പത്തനംതിട്ടയിൽ നിയമവിരുദ്ധമായി 47 പേരുടെ കൈവശം കൂടുതൽ ഭൂമി, പട്ടിക പുറത്ത്. സ്വന്തമായി 1 സെന്റ് ഭൂമിയില്ലാതെ ആയിരങ്ങൾ വാടക വീടുകളിലും പുറമ്പോക്കിലും അഭയം പ്രാപിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 47 പേരുടെ പക്കൽ നിയമാനുസൃതം കൈവശം വെക്കേണ്ട ഭൂമിയേക്കാൾ കൂടുതൽ ഭൂമിയുള്ളതായി വിവരാവകാശ രേഖകൾ. സാമൂഹിക പ്രവർത്തകൻ റഷീദ് ആനപ്പാറയ്ക്ക് ജില്ലാ കളക്ടറേറ്റിലെ വിവരാവകാശ ഉദ്യോഗസ്ഥനിൽ നിന്നും ലഭിച്ച മറുപടിയിലൂടെയാണ് ഈ വിവരങ്ങൾ വെളിവാകുന്നത്. എന്നാൽ ഈ വിവരാവകാശ ലിസ്റ്റിൽ ആയിരക്കണക്കിന് ഏക്കറുകൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന, കടലാസ ട്രസ്റ്റുകൾ ഉണ്ടാക്കി ഭൂമികൾ കൈവശം വെച്ചിരിക്കുന്ന വമ്പന്മാരുടെ പേരുകളൊന്നും ഇതിലില്ല എന്നതും ശ്രദ്ധേയമാണ്. 9 ഏക്കർ മുതൽ 1000-ലധികം ഏക്കർ ഭൂമി വരെ കൈവശം വെച്ച് അനുഭവിക്കുന്നവരും ജില്ലയിലുണ്ട്. പാറമട ഉടമകളുടെ കൈവശമുള്ള ഭൂമിയുടെ അളവിനെക്കുറിച്ചും വ്യക്തതയില്ല. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വസ്തു ഉടമകളുടെ പേരും മേൽവിലാസവും കൈവശം അനധികൃതമായി വെച്ചിരിക്കുന്ന വസ്തുവിന്റെ അളവും ഇനി പറയുന്ന പ്രകാരമാണ്. ഗ്രേസ് ജോർജ്, തെക്കേവീട്ടിൽ പുത്തൻകാവ് PO 19.18 ഏക്കർ. അമിറ്റി റോക്ക് ആൻഡ് ഗ്രാനൈറ്റ്സ്, കോട്ടാങ്ങൽ 118.96 ഏക്കർ. ഓർത്തഡോക്സ് സഭയുടെ അധീനതയിലുള്ള ബദനിയാശ്രമം, പെരുന്നാട് PO റാന്നി 230 ഏക്കർ. തോമസ് മത്തായി, ചെങ്ങളത്ത് വീട്, കോന്നി താഴം 23.09 ഏക്കർ. സലീം, പുത്തൻ ബംഗ്ലാവ്, നെടുമൺ, ഏഴംകുളം 38.82 ഏക്കർ. അഭിലാഷ്, ദ്വാരക, തഴവ, മണപ്പള്ളി 20.48 ഏക്കർ. ട്രിനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് തിരുവല്ല 45.03 ഏക്കർ. തോമസ് എബ്രഹാം, പ്ലാമ്പറമ്പിൽ, താമരപ്പള്ളി, ചെങ്ങന്നൂർ 29.03 ഏക്കർ. ജോസഫ് ജേക്കബ്, ഇഞ്ചപ്പാറ ഗ്രാനൈറ്റ്സ് ആൻഡ് സാൻഡ്സ്, കൂടൽ 16.15 ഏക്കർ. കെ സദാനന്ദൻ, പട്ടയിൽ കുഞ്ഞു മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, അടൂർ 22.62 ഏക്കർ. എബ്രഹാം കലമണ്ണിൽ ചാരിറ്റബിൾ വെൽഫെയർ സൊസൈറ്റി, കലമണ്ണിൽ വീട്, കോഴഞ്ചേരി 374.66 ഏക്കർ. കച്ചാനത്ത് വർക്കി എബ്രഹാം, നെല്ലിക്കമൺ 57.81 ഏക്കർ. ജോബിൻ വർഗീസ്, കല്ലുംകടവ്, പത്തനാപുരം 43.03 ഏക്കർ. KJ തോമസ് കുട്ടി, കണ്ണന്താനത്ത് വീട്, വടശ്ശേരിക്കര 26.52 ഏക്കർ. ടോമി എബ്രഹാം, അച്ചാമ ടോമി, മണിമലയത്ത് വീട്, ചേത്തക്കൽ 21.50 ഏക്കർ. ജോർജ് ജേക്കബ്, വിമല സൂസൻ ജേക്കബ്, സ്റ്റാർലാഡ്, നരിയാപുരം 26.42 ഏക്കർ. രാജു കെ തോമസ്, MD, വീറോക്ക് ഗ്രാനൈറ്റ്സ്, റാന്നി, വടശ്ശേരിക്കര 93.06 ഏക്കർ. സുധി സുകുമാരൻ, അശ്വതി ഗ്രാനൈറ്റ്സ്, പത്മാലയം, മുറിഞ്ഞകൽ 57.12 ഏക്കർ. PM സുഗതൻ, പുത്തൻ പീടികയിൽ, മാമൂട്, ചങ്ങനാശ്ശേരി 12.19 ഏക്കർ. KG ജോർജ്, മാമൂട്ടിൽ ബംഗ്ലാവ്, അരുവാപ്പുലം, കോന്നി 30.42 ഏക്കർ. ചാക്കോ, കീക്കരിക്കാട്ട്, പുത്തൻപുരയ്ക്കൽ, ചീങ്കൽത്തടം, മലയാളപ്പുഴ 58.69 ഏക്കർ. വരിക്കോലിൽ കുടുംബ ട്രസ്റ്റ്, പന്തളം തെക്കേക്കര 91.22 ഏക്കർ. ഷിജോ സാം ജോയ്, ജോയ് ഭവൻ, കോന്നമംഗര 18.02 ഏക്കർ. പനച്ചിയിൽ ഇൻഡസ്ട്രീസ്, വെസ്റ്റ് ഓതറ 145.40 ഏക്കർ. ജോൺ സക്കറിയ, വടക്കേപ്പറമ്പിൽ, വാളക്കുഴി, എരുമറ്റൂർ, മല്ലപ്പള്ളി 27.02 ഏക്കർ. KE എബ്രഹാം ഫൗണ്ടേഷൻ, കോയിപ്പുറം, തിരുവല്ല 37.07 ഏക്കർ. പ്രസാദ് മാത്യു, സുജാ പ്രസാദ്, കുറ്റിക്കാട്ടിൽ, കടപ്ര 17.82 ഏക്കർ. അലക്സാണ്ടർ ജോൺ ആൻഡ് സൂസമ്മ ജോൺ, വലിയ വീട്ടിൽ, കവിയൂർ PO 42.08 ഏക്കർ. ചന്ദ്രബാബു, കവളേക്കർ 70.03 ഏക്കർ. പെരുമാൾ ഫിലിപ്പോസ്, പനങ്ങാട്ടേത്ത്, കിഴക്കേതിൽ, കടപ്ര 42.70 ഏക്കർ. KGS ആറന്മുള ഇന്റർനാഷണൽ എയർപോർട്ട് 322.26 ഏക്കർ. വിനു തോമസ്, കൊട്ടിശ്ശേരിക്കുടിയിൽ, പിണ്ടിമനക്കര 42.15 ഏക്കർ. P സ്വയംഭൂ, PSN ട്രസ്റ്റ് 65.10 ഏക്കർ. ബെഞ്ചമിൻ കോശി, പാലക്കുന്നത്ത് മഠത്തിൽ, മാരാമൺ 12.10 ഏക്കർ. ഓമന തോമസ്, മേരി വില്ല, ചിറ്റാടി PO മുണ്ടക്കയം
23.06 ഏക്കർ. ജേക്കബ് കോശി, തോട്ടം ബംഗ്ലാവ്, വകയാർ, കോന്നി 47.55 ഏക്കർ. മിഡ്ലാൻഡ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കമ്പനി ലിമിറ്റഡ്, റാന്നി 1067.62 ഏക്കർ. കേശവൻ ഗംഗാധരൻ, കേശവ നിലയം, അരുവാപ്പുലം 27.03 ഏക്കർ. കെ ജി നമ്പൂതിരി, കൈനിക്കര, ഇരവിമംഗലത്ത്, കടപ്ര, തിരുവല്ല 33.49 ഏക്കർ. നാരായണക്കുറുപ്പ്, ആയിക്കാട്ട്, വലിയകുന്നം, ചാലപ്പള്ളി, എഴുമറ്റൂർ 8.27 ഏക്കർ. ഗോവിന്ദപിള്ള, കൊടിയന്തറ, നാരകത്താണി, കീഴ്വായ്പൂർ 27.82 ഏക്കർ. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും കെ പി യോഹനാന്റെ ഭൂമിയുടെ വിസ്തീർണം കണക്കാക്കുന്നതിൽ നടപടി സ്വീകരിച്ചു വരുന്നതായും വസ്തുസംബന്ധമായ കേസ് കോടതിയിൽ നടന്നു വരുന്നതിനാൽ അയിരൂർ സ്വദേശി പ്രഭാകരക്കുറുപ്പിന്റെ കൈവശമുള്ള ഭൂമിയെ സംബന്ധിച്ചുള്ള വിവരം നൽകുവാൻ കഴിയില്ലെന്നുമാണ് വിവരാവകാശ ഉദ്യോഗസ്ഥൻ റഷീദ് ആനപ്പാറയ്ക്ക് നൽകിയ മറുപടിയിലൂടെ അറിയിച്ചിരിക്കുന്നത്. 1963 കേരള ഭൂപരിഷ്കരണ നിയമം സെക്ഷൻ 82 പ്രകാരം അവിവാഹിതനായ മുതിർന്ന ഏക അംഗത്തിന് 5 ഏക്കർ വരെയും 5 അംഗ കുടുംബത്തിന് പരമാവധി 10 ഏക്കർ വരെയും 5 അംഗങ്ങളിൽ കൂടുതലുള്ള കുടുംബത്തിന് 5-ൽ കൂടുതലുള്ള ഓരോ അംഗങ്ങൾക്കും ഓരോ ഏക്കർ ഭൂമിയും കൈവശം വെക്കാം. ഭൂപരിഷ്കരണ നിയമം സെക്ഷൻ 81 ക്ലോസ് 1E പ്രകാരം 1/4/1964 അതിനു മുമ്പ് തോട്ടമായിരുന്ന ഭൂമി പരിഗണിക്കുമ്പോൾ തോട്ടവിളയായ റബ്ബർ പ്രധാന വിളയായി കൃഷി ചെയ്തിരുന്ന ഭൂമികൾക്ക് ഇളവുള്ളതാണെന്നും ആയത് ലംഘിച്ച് ഭൂമി കൈവശം വെച്ച് വരുന്നവരാണ് ഇവരെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നു. വിവരാവകാശ പ്രവർത്തകൻ KN ഷാജിയുടെ പരാതിയെ തുടർന്നാണ് PV അൻവർ MLA-യുടെ 6.5 ഏക്കർ ഭൂമി കഴിഞ്ഞിടയിൽ സർക്കാർ കണ്ടുകെട്ടിയത്. അതുപോലെ ഇവർക്കെതിരായി ആരെങ്കിലും രേഖാമൂലം ഒരു പരാതി നൽകിയാൽ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന മിച്ചഭൂമി സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.